വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പം സമരപന്തലിൽ എത്തും. NDS സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭ എന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മുനമ്പം വിഷയത്തിൽ BJP രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും CPIM ശക്തമാക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം നടക്കാൻ പോകുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ കിരൺ റിജിജു മുനമ്പത്തേക്ക് വരുമ്പോൾ അതിന് രാഷ്ട്രീയ മാനം ഏറെയുണ്ടല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശന ഷെഡ്യൂൾ ഇന്ന്, വിഷ്ണു? ഉമേഷ്, രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുക. അതിനുശേഷം അദ്ദേഹം BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി ഒരു കൂടിക്കാഴ്ച പറഞ്ഞിട്ടുണ്ട്. അതേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അർഹിക്കുന്ന ഒന്നാണ്. ഈ ന്യൂനപക്ഷ വിഷയങ്ങളിലൊക്കെ തങ്ങൾ കൃത്യമായി ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ എന്ത് എന്ന് BJPക്ക് പറയാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണ് ആ കൂടിക്കാഴ്ചയായി നമ്മൾ അനുമാനിക്കേണ്ടത്. പിന്നീട് 5 മണിയോടുകൂടിയാണ് അദ്ദേഹം മുനമ്പത്തേക്ക് എത്തുക. സമരപ്പന്തൽ സന്ദർശിക്കും. സമരപ്പന്തലിന് പുറമെ BJP സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വഖഫ് ബില്ല് അവതരിപ്പിച്ചതിനുമായി ബന്ധപ്പെട്ടുള്ള സ്വീകരണത്തിന്റെ ഭാഗമായാണ് അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. കിരൺ റിജിജുവിന്റെ വരവിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. പ്രത്യേകിച്ച് ഈ മുനമ്പത്തെ വിഷയത്തിൽ അവിടെ BJP വലിയ രീതിയിൽ ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. മറുവശത്ത് കോൺഗ്രസും CPM ഒക്കെ ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ വരവ്. ഇത് 4ാമത്തെ കേന്ദ്രമന്ത്രിയാണ് മുനമ്പത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തുന്നുള്ളത് ഏത് പ്രധാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലൊരു ചലനം ഉണ്ടാക്കാനാകുമോ എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചരണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായാണ് കിരൺ റിജിജുവിനെ തന്നെ നേരിട്ട് കളത്തിലിറക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോഴും ഒരു പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുന്നത് വഖഫ് ബില്ലൊക്കെ പാസ്സായെങ്കിൽ പോലും ഇതുവരെ മുനമ്പത്തെ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് കണ്ടെത്താൻ ഒരു മുന്നണികൾക്കും ആയിട്ടില്ല. ആ ജനത ഇപ്പോഴും സമരം തുടരുകയാണ്. ഏകദേശം 180ാം ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ്. എപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല. അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് ഈ ട്രൈബ്യൂണലിലാണ്. പക്ഷേ ട്രൈബ്യൂണലിൽ വിധി പറയുന്നത് ഹൈക്കോടതി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. മന്ത്രിയുടെ വരവോടുകൂടി ആ പ്രതിസന്ധിക്ക് എന്തെങ്കിലും പരിഹാരമാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് കിരൺ റിജിജു മുനമ്പത്തെ സമരപന്തലിൽ എത്തുന്നത്.